പറ്റില്ല, എന്നെ കൊണ്ടത് പറ്റില്ല. അഡ്വക്കേറ്റ് നരേന്ദ്രന്റെ ജൂനിയറാ നയന. അറിയാം. ഇതിപ്പോ എന്താ ഇങ്ങനെ സംഭവിക്കാൻ? നവീൻ ഡിവേഴ്സിന് തയ്യാറാണോ? അവൻ ഇതുവരെ മാനസികമായിട്ട് അതിന് തയ്യാറായിട്ടില്ല. നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. ഒന്ന് ഹെൽപ്പ് ചെയ്തേ പറ്റൂ. ഓക്കെ, ഞാൻ ശ്രമിക്കാം. ഞാൻ മാക്സിമം നോക്കാം. ആ സുമിത്രേ, നമ്മുടെ അഡ്വക്കേറ്റ് നരേന്ദ്രന്റെ ജൂനിയറാ അഡ്വക്കേറ്റ് നയന. ഇവരെ ഞാൻ വിളിപ്പിച്ചതാ നവീന്റെ ഡിവോഴ്സിന്റെ കാര്യം സംസാരിക്കാൻ. നന്ദേട്ടാ, അത് ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ? ഇനി എന്താ ആലോചിക്കാനുള്ളത്? നവീനോട് ചോദിച്ചാ അവനെതിരെ പറയും. ഈ കാര്യത്തിൽ നമ്മൾ തീരുമാനം എടുത്തേ പറ്റൂ. അവന്റെ ഭാവിക്ക് അതാ നല്ലത്. എന്നാലും നവീനും ഗാഥയും തമ്മിൽ ഒരു കുടുംബജീവിതം ഉണ്ടാവുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. സുമിത്രേ, നമ്മളെല്ലാവരും കൂടി അവനെ പറഞ്ഞ് മനസ്സിലാക്കിയേ പറ്റൂ. നീ പോയി അവനെ വിളിച്ചോണ്ടു വാ. ചെല്ല് സുമിത്രേ. അവന്റെ ഇഷ്ടമായിരുന്നു ഈ വിവാഹം. പക്ഷേ നമ്മുടെ കുടുംബത്തിന് ഒരിക്കലും യോജിക്കാൻ പറ്റാത്തൊരു കുട്ടിയാ. ഐ കൻ അണ്ടർസ്റ്റാൻഡ്. ക്ഷമിക്കാവുന്ന അത്രയും ക്ഷമിച്ചു, ചെയ്യാവുന്ന അത്രത്തോളം വിട്ടുവീഴ്ചകളും ചെയ്തു. പക്ഷേ എന്താ നേരിക്ക്. മോനെ, ഞങ്ങൾക്കൊക്കെ സംസാരിക്കാനുള്ളത് നീയും ഗാദിയുമായുള്ള ബന്ധത്തെക്കുറിച്ചാണ്. നിനക്ക് അവളെ ഇഷ്ടമാണ്, അത് ഞങ്ങൾ അംഗീകരിക്കുന്നതുമാണ്. പക്ഷേ നിങ്ങളുടെ വിവാഹത്തിന് ശേഷം നമ്മുടെ കുടുംബത്തിൽ നടന്ന കാര്യങ്ങള് പേടിയോടെ അല്ലാതെ ഓർക്കാൻ വയ്യ മോനെ. അതുകൊണ്ട് ഈ ബന്ധം എന്നേക്കുമായി നമുക്കങ്ങ് അവസാനിപ്പിക്കാം. മുത്തശ്ശി, ഞങ്ങൾക്ക് നിന്റെ ജീവനാണ് വലുത്. ഗാഥയും ഒന്നിച്ചുള്ള നിന്റെ ജീവിതത്തില് നിന്റെ ജീവൻ പോലും സുരക്ഷിതമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. നവീൻ, ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ അച്ഛൻ വിശദമായിട്ട് എന്നോട് പറഞ്ഞു. താൻ ചെറുപ്പല്ലേ, എന്തിനെങ്ങനെ ഒരു റിസ്ക് എടുക്കുന്നത്? സ്വന്തം ജീവിതം ഇല്ലാതാക്കിക്കൊണ്ട് തന്നെ പോലെ ഒരാൾ മുന്നോട്ട് പോണോ? അമ്മയ്ക്ക് നിന്നോട് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. നിന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് അമ്മയ്ക്ക് സഹിക്കാനാവാത്ത കാര്യോ? നവീൻ ഇതിനൊന്ന് ഒപ്പിട്ടാൽ മാത്രം മതി. ബാക്കിയുള്ള കാര്യങ്ങൾ നിയമപരമായി തന്നെ നമുക്ക് ചെയ്യാം. കഴിഞ്ഞ ഒരു വർഷത്തിനിടയില് എപ്പോഴെങ്കിലും നിന്റെ മനസ്സൊന്ന് ശാന്തമായിട്ടുണ്ടോ? എപ്പോഴെങ്കിലും നിനക്കൊരു പ്രതീക്ഷ തോന്നിയിട്ടുണ്ടോ? ദൈവങ്ങൾ പോലും നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് അനുകൂലമല്ല. അതിനുള്ള തെളിവുകൾ നീ കാണുന്നതല്ലേ? എനിക്ക് നീയാ വലുത്. നീ നന്നായിരിക്കണമെന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. നവീൻ, ഇവരെല്ലാം ആഗ്രഹിക്കുന്ന പോലൊരു കുടുംബജീവിതം നിങ്ങൾക്കുണ്ടാവണം. ഇവരുടെ എല്ലാ പ്രതീക്ഷയും താനല്ലേ? സൈൻ ചെയ്യണം. ഞാൻ കളരിക്കൽ വീട്ടിലുണ്ടാവണമെന്ന് നവീൻ ആഗ്രഹമുണ്ടെങ്കിൽ അവരെ 3 പേരെയും അവിടുന്ന് പുറത്താക്കിയിരിക്കണം. ഇത് ഗാഥാ ശ്രീനിവാസന്റെ തീരുമാനമാണ്. ഒരു തീരുമാനം എടുത്താൽ അത് നടത്താൻ അറിയാവുന്ന ഗാഥാ ശ്രീനിവാസന്റെ. കളരിക്കൽ കുടുംബത്തിൽ ആരൊക്കെ അവിടെ ഉണ്ടായിരുന്നോ?
അവരൊക്കെ തുടർന്ന് അവിടെ തന്നെ ഉണ്ടാവും. എന്റെ തീരുമാനം അതാ. അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആരും കളരിക്കൽ കുടുംബത്തിന്റെ പടി ചവിട്ടണ്ട. എന്നെ കൊണ്ടത് പറ്റില്ല. എന്നെ കൊണ്ടത് പറ്റില്ല. ആകെ ഉണ്ടായിരുന്ന പ്രതീക്ഷ അതായിരുന്നു. അതും പോയി. ആദ്യമേ 2 എണ്ണം കൊടുക്കേണ്ടത് ആ മൂർത്തിക്കാം. അവന്മാരെ ആരെങ്കിലും കൊണ്ട് ഞാനത് ചെയ്യിക്കും. ഒന്നും വേണ്ട മോളിക്കുട്ടി. അങ്ങനെ എന്തേലും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായാല് എന്നെ അമ്മയും തല്ലി ഓടിക്കാൻ അവരതൊരു കാരണാക്കും. തൽക്കാലം അതിനൊന്നും പോയിട്ടൊരു കാര്യമില്ല. കട നമുക്ക് വേറെ നോക്കാം. അനിയൻ സാറിന്റെ സ്വത്തല്ലേ അവര് തട്ടിപ്പറിച്ചത്. ഈ നാട് മുഴുവൻ അവരുടേതല്ലോ. കച്ചവടം ചെയ്യാതെ പറ്റില്ല മോളിക്കുട്ടി. കടയില്ലെങ്കില് നടന്നിട്ടായാലും ലോട്ടറി വിൽക്കണം. നിനക്ക് ആ ചങ്കൂറ്റം ഉണ്ടോ? ഉണ്ട്. എങ്ങനെയും പിടിച്ചു നിൽക്കണ്ടേ? എന്നാലേ നീ വണ്ടി കയറ്. നമുക്ക് ഇപ്പൊ ടിക്കറ്റ് എടുക്കാം. അയ്യോ, അമ്മ അറിയുമ്പോഴേ വല്ലാത്ത സങ്കടാവും. അമ്മയുടെ സങ്കടമൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. നീ ഒരു ഇത്തിരി ചങ്കൂറ്റം കാണിച്ചാ മതി. എനിക്കിനി ഒന്നും നോക്കാനില്ല. എത്ര കഷ്ടപ്പെട്ടിട്ടായാലും എന്റെ അച്ഛനെ പുറത്തിറക്കണം. അച്ഛൻ വരണം മോളിക്കുട്ടി. നീയേ വണ്ടി കയറ്. എന്തായാലും ടിക്കറ്റ് എടുത്തിട്ട് വരാം. വഴിയിൽ നടക്കുന്നതിനെ തടയാൻ മൂർത്തിയുടെ ആളുകളും വന്നാ പിന്നൊന്നും നോക്കാനില്ല. ഒരു പിച്ചാത്തി എടുത്ത് പൊള്ളക്ക് കയറ്റിയിട്ടാണെങ്കിലും തീർക്കണം അവനെ. നീ വാ, കേറ്.